എനിക്കൊരു സാധനം വേണമെന്ന് പറഞ്ഞിട്ടല്ലേ ഇവിടെ മിന്നൽ. എനിക്കൊരു സാധനം വേണമെന്ന് പറഞ്ഞിട്ടല്ലേ ഇവിടെ മിന്നൽ. നീ ഒരു പോക്കുമായിട്ട് പിന്നെ കണ്ടില്ലല്ലേ. ഇനി എന്താ ഇങ്ങോട്ട് വരുന്നത്? വന്നാലും അവിടെ ആ ആളുണ്ടല്ലോ, എറണാകുളത്തുണ്ടെങ്കിൽ എറണാകുളത്ത് വാ. പാലക്കാട് നിന്നാണ് വിളിക്കുന്നത്. പാലക്കാടോ? ഈ 6 പ്രാവശ്യമൊക്കെ വിളിക്കുന്ന പറയാം. നമ്മളൊരു മീറ്റിംഗ് ഇരിക്കുമല്ലേ ഇത്. ഞാനൊരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടി വിളിക്കാണ്. ഒന്നാമത് പാലക്കാട്ടിന്ന് ഈ കൊല്ലം MLA വിളിക്കേണ്ട ഒരു കാര്യമില്ല സാർ. ഞാനൊരു അത്യാവശ്യ കാര്യം പറയാം. ഞാൻ 10ാം കാര്യം പാലക്കാട് MLA അല്ലേ വിളിച്ച് പറയേണ്ടത്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണ്. മേലാൽ MLA അടുത്ത് സംസാരിക്കാതെ എന്നെ വിളിക്കരുത്. നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസമായി ഞാൻ മുകേഷ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, നടൻ മുകേഷിൻ്റെ ചില സംഭാഷണങ്ങളാണ് പുറത്തുവിട്ടിട്ടുള്ളത്. അതിൻ്റെ മറുഭാഗത്ത് നമ്മുടെ കടകംപള്ളി സുരേന്ദ്രൻ്റെ വീട്ടിൽ പുലർച്ചയ്ക്ക് 6 മണിക്ക് എത്തണം എന്ന് പറഞ്ഞുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രൻ ഫോൺ സംഭാഷണം നടത്തിയിട്ടുള്ള അശ്വതിയാണ്. ആ ഫോൺ സംഭാഷണത്തിൽ കൃത്യമായിട്ട് പറഞ്ഞത് മഴക്കോട്ടിട്ട് വരണം രാവിലെ, ഞാൻ കാത്തിരിക്കും എന്ന് പറഞ്ഞ് ആ കാമഭ്രാന്ത് പിടിച്ച കടകംപള്ളി സുരേന്ദ്രൻ്റെ സ്വരമാണ് നമ്മൾ കേരളം മുഴുവൻ കേട്ടിട്ടുള്ളത്. അത് ക്രൈമാണ് പുറത്തുവിട്ടുള്ളത്. അങ്ങനെ ഒരാളെയാണ് പിണറായി വിജയൻ തിരുവനന്തപുരം കഴക്കൂട്ടത്ത് അവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി സ്ഥാനാർത്ഥിയാക്കി വെക്കുകയും അവിടെ നിന്ന് ജയിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. പാർട്ടിയിലെ അണികളോട് രാത്രി പകലാണെന്നും പകൽ രാത്രിയാണെന്നും പറഞ്ഞാൽ വിശ്വസിക്കുന്ന അണികൾ എന്ത് ചെയ്തു? കടകംപള്ളി സുരേന്ദ്രനെ പോലെ ഇത്ര മാന്യനായ വേറെ ആളില്ല എന്നുള്ളത് കൊണ്ട് എല്ലാവരും ജയിപ്പിച്ചു വിട്ടു. അതേ അശ്വതി തന്നെയാണ് ഇപ്പോൾ മുകേഷുമായി നടത്തിയ സംഭാഷണങ്ങളാണ് ഞാൻ പുറത്തുവിടുന്നത്. കാമഭ്രാന്ത് പിടിച്ച, നിയന്ത്രണം വിട്ട മുകേഷ് അശ്വതിയുമായി സംസാരിച്ച 3 ഫോൺ സംഭാഷണങ്ങൾ പുറത്തുവിട്ടപ്പോൾ തന്നെ ലക്ഷക്കണക്കിന് ആളുകളാണ് അത് കണ്ടിട്ടുള്ളത്. ഈ അടുത്ത കാലത്ത് മുകേഷ് ബലാത്സംഗ കേസിൽ എറണാകുളത്തുള്ള ഒരു നടിയുടെ പരാതിയിൽ മരട് ഫ്ലാറ്റിൽ വെച്ച് ബലാത്സംഗത്തിന് ചെയ്തതിന് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ഈ മുകേഷ് 4ാമത്തെ ഫോൺ സംഭാഷണത്തിൽ ഞാൻ പുറത്തുവിട്ടിട്ടുള്ളത് അതിൽ കൃത്യമായി പറയുന്നുണ്ട്, എനിക്ക് കോവിഡ് സമയത്ത് ട്രെയിനൊന്നും ഓടുന്നില്ല, എന്നാൽ നീ എറണാകുളത്തേക്ക് വരുമോ? എറണാകുളത്തെ മരട് ഫ്ലാറ്റിലാണ് ഞാൻ താമസിക്കുന്നതെന്ന് കൃത്യമായി പറയുകയാണ്. മരട് ഫ്ലാറ്റിൽ പല പെൺകുട്ടികളെയും പണം കൊടുത്ത് വരുത്തുകയും പണം കിട്ടാത്തതുകൊണ്ട്, അവർ ഫുൾ കിട്ടാത്തതുകൊണ്ട്, നിൻ്റെ യോഗ്യതയ്ക്ക് ഇത്രയുള്ളൂ ഈ കാര്യത്തിലെന്ന് പറഞ്ഞ് പൈസ മുഴുവൻ കൊടുക്കാത്തതുകൊണ്ട് പുറത്തു വന്ന് നാട്ടുകാരെ കൂട്ടി ബഹളമുണ്ടാക്കിയ ചരിത്രമുള്ള ആളാണ് നമ്മുടെ മുകേഷ്. അങ്ങനെയുള്ള മുകേഷ് മറ്റുള്ളവരോട് സംസാരിക്കുന്നത് എങ്ങനെയാണ്? പാലക്കാട് നിന്നാണ് വിളിക്കുന്നത്. പാലക്കാടോ? ഈ 6 പ്രാവശ്യമൊക്കെ വിളിക്കുന്ന പറയാം. നമ്മളൊരു മീറ്റിംഗ് ഇരിക്കുമല്ലേ ഇത്. ഞാനൊരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടി വിളിക്കാണ്. ഒന്നാമത് പാലക്കാട്ടിന്ന് ഈ കൊല്ലം MLA വിളിക്കേണ്ട ഒരു കാര്യമില്ല സാർ. ഞാനൊരു അത്യാവശ്യ കാര്യം പറയാം. ഞാൻ 10ാം കാര്യം പാലക്കാട് MLA അല്ലേ വിളിച്ച് പറയേണ്ടത്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണ്. അതെ, സ്റ്റുഡന്റ് ആണെങ്കിൽ എന്താണെങ്കിലും പാലക്കാട് MLA എന്ന് പറഞ്ഞ ഒരാള് ജീവനോടെ ഇല്ലേ സാർ? എനിക്ക് സാറിന്റെ നമ്പർ ഒരു കൂട്ടുകാരൻ തന്നപ്പോ ഞാൻ വിളിച്ചു നോക്കി. അവന്റെ ചെവുക്കുറ്റി അടിക്കണം. സ്വന്തം പാർട്ടി, സ്വന്തം മണ്ഡലത്തിലുള്ള MLAയുടെ നമ്പർ തരാതെ വേറെ ഏതോ രാജ്യത്തുള്ള വേറെ ഏതോ ജില്ലയിലുള്ള MLAയുടെ നമ്പർ തന്നിട്ട് അവൻ എന്താ പറഞ്ഞത്? അവൻ അല്ല, ഒന്ന് വിളിച്ചു നോക്കാൻ പറഞ്ഞു. ഞാനൊരു ഓക്കെ സാർ. ഇയാൾ MLA വിളിച്ചോ? സ്വന്തം MLA വിളിച്ചിട്ട് അത് അയാൾ എന്ത് പറയുന്നു, ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞിട്ട് വേണം എന്നെ വിളിക്കാം. ഇത് സ്വന്തം MLA ഏതോ പിന്നെ വേറെ അടുത്തൻ ജയിപ്പിച്ച് വിട്ട് അയാൾ മരിച്ചു പോയെന്ന് പറഞ്ഞിട്ടാണല്ലോ നിങ്ങൾ എന്നെ വിളിക്കുന്നത്. 6 പ്രാവശ്യം ഞാനിവിടെ ഒരു വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ഇരിക്കുമല്ലേ. 1 പ്രാവശ്യം വിളിച്ച്, 2 പ്രാവശ്യം വിളിച്ച്, 6 പ്രാവശ്യം വിളിച്ചിട്ട് ആൾക്കാരെല്ലാരും എന്നെ നോക്കി ചിരിക്കുകയാണല്ലോ. എന്താ ഇത്? പിള്ളേർ കളിയാണോ ഇത്? സോറി സാർ. സോറി എന്നല്ല, ഇത് വിളക്കില് ഒരാളെ ശല്യപ്പെടുത്തുക. സ്വന്തം MLA എവിടെ കിടക്കുമ്പോൾ അയാളെ വിളിക്കാതെ അയാളെ വെറും ഡൂക്കിലിയായിട്ട് ബഫൂണാക്കിയിട്ട് വേറെ നാട്ടിലുള്ള MLA വിളിക്കുക. തെറ്റല്ലേ അത്? സോറി സാർ, അറിയാതെ പറ്റിപ്പോയി. നിങ്ങളുടെ MLA ആരാന്നറിയാവോ? ഇല്ല. സ്വന്തം MLA ആരാന്ന് അറിഞ്ഞൂടാ? 10ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. നിനക്ക് എന്റെ മുമ്പിലുണ്ടായിരുന്ന നിനക്ക് ചൂരിൽ വെച്ച് തന്നെ അടിച്ചതായിരുന്നു. സ്വന്തം MLA ആരാന്ന് അറിഞ്ഞൂടാ? പാലക്കാട് എവിടെ നിന്റെ വീട്? പാലക്കാട് ഒറ്റപ്പാലം. ഒറ്റപ്പാലത്തെ MLA നിങ്ങൾക്ക് അറിഞ്ഞൂടാ? ആദ്യം MLA കണ്ടുപിടിക്കുക കേട്ടോ. MLA കണ്ടുപിടിച്ചിട്ട് MLA അടുത്ത് പോയി സംസാരിക്കും. മേലാൽ MLA അടുത്ത് സംസാരിക്കാതെ എന്നെ വിളിക്കരുത്. ഓക്കെ.
ഒരു പാവം കുട്ടി വലിയ പ്രതീക്ഷയോടുകൂടി സിനിമയിലെ കണ്ട് വലിയ എന്തോ മഹാനാണ്, ദൈവദൂതനാണ്, അല്ലെങ്കിൽ പലർക്കും പ്രയോജനം ചെയ്യുന്ന ആളെന്നൊക്കെ ഗീർവാണം നമ്മളെ പല ചാനലുകളിലും പല പരിപാടികളിലും അവതരിപ്പിച്ചിട്ടുള്ള മുകേഷ് എല്ലാം സൊസൈറ്റിക്ക് വേണ്ടി സംസാരിക്കുന്ന ആളാണ്, നന്മയ്ക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി. അങ്ങനെ അത് വിശ്വസിച്ച് ഒരു കുട്ടി മുകേഷ് എന്തോ ദൈവമാണെന്ന് കരുതി ഫോൺ ചെയ്തു. ആ കുട്ടിയുടെ പ്രശ്നം പറയാനാണ് ഇപ്പോൾ വിളിച്ചത്. അപ്പോൾ പറഞ്ഞ മറുപടി നമ്മളെല്ലാം കേട്ടതാണ്. ഒന്നുകൂടി കേട്ടു നോക്കൂ. ഓഫീസിലാണോ? ഇന്ന് വർക്കാണല്ലേ? നീ ഒരു പോക്കുമായിട്ട് പിന്നെ കണ്ടില്ലല്ലേ? മുകേഷേട്ട എവിടെയാണ്? ഞാനിനി ഇപ്പൊ കൊല്ലത്താണ്, തിരുവനന്തപുരത്താ. മുകേഷേട്ടൻ പിന്നെ വിളിക്കുന്നില്ല, ഓണം കഴിഞ്ഞ് വിളിക്കാന്നൊക്കെ പറഞ്ഞു ഞാൻ വിളിച്ചില്ല. ഞാൻ അതുകൊണ്ടാണ് പിന്നെ വിളിക്കുന്നത്. ഞാൻ കട്ടൻ ചായ അന്നിട്ട് വെച്ചെങ്കിലും ചീത്തയായി. എന്നിട്ട് വെച്ചത് ഞാൻ അന്നൊരു കട്ടൻ ചായ കുടിക്കാൻ നേരത്ത് അത് നല്ല ചായ കുടിക്കണം, എനിക്കൊരു സാധനം വേണമെന്ന് പറഞ്ഞിട്ടല്ലേ തന്നില്ലേ? എന്തോ മുകേഷേട്ടാ? ഞാനൊന്നൊരു കട്ടൻ ചായ കുടിക്കാൻ നേരത്തെ എനിക്കൊരു സാധനം വേണമെന്ന് പറഞ്ഞിട്ട് നീ പറഞ്ഞു ഞാൻ തരാന്ന് പറഞ്ഞു. പിന്നെ ഇനി എന്താ ഇങ്ങോട്ട് വരുന്നത്? വന്നാലും അവിടെ ആ ആളുണ്ടല്ലോ, അവരൊന്നും ഇനി ഇപ്പഴേ പോകത്തില്ലേ? ഇനിയിപ്പം ഇപ്പഴങ്ങനെ പോകത്തില്ല. ഓണം പ്രമാണിച്ച് ഇനി പോരും. നമുക്ക് എറണാകുളത്തുണ്ടെങ്കിൽ എറണാകുളത്ത് വാ. ഞാനെങ്ങനെ വരും? ഓണത്തെ വരാന് വണ്ടിയൊന്നും ഇല്ലല്ലോ. വണ്ടിയൊന്നും ഇല്ലാതെ എങ്ങനെ വരുമെന്ന്? ട്രെയിനുണ്ടോ? ട്രെയിനൊക്കെ ഓടി തുടങ്ങിയോ? കേട്ടില്ല. അന്വേഷിക്കാം. ആ ട്രെയിനൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ട്രെയിനൊക്കെ ഓടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ട്രെയിനൊന്നും ഇല്ലെന്നാണ് എൻ്റെ ഒരു അറിവ്. ഞാൻ അന്വേഷിക്കാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ മുകേഷേട്ടൻ തിരക്കിയിട്ടൊന്ന് പറഞ്ഞാൽ വരാം. അങ്ങനെയാണെങ്കിൽ എപ്പോഴാന്ന് വെച്ചാൽ മുകേഷിന്റെ സമയത്തിനനുസരിച്ച് പറഞ്ഞാൽ മതി. ശരി, അപ്പൊ ഞാൻ രാത്രി സമയം കിട്ടുമ്പോഴത്തേക്ക് വിളിക്കാം. ഓക്കെ, ശരി. കേട്ടല്ലോ. അതായത് മുകേഷ് എന്ന് പറയുന്ന നടൻ്റെ യഥാർത്ഥ രൂപമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഒരു ഭാഗത്ത് പെണ്ണിന് വേണ്ടി ഏതറ്റം വരെയും കാൽക്കൽ വീണ് യാചിക്കുന്ന മുകേഷ്, ഇപ്പുറത്ത് നാട്ടിലുള്ള ആളുകളോട് ഒരു ചെറിയൊരു ഫോൺ വന്നാൽ പോലും ഒരു ചെറിയ കുട്ടികളോട് നമ്മൾ എങ്ങനെ ചെയ്യാം, അവരെന്താ പറയുന്നത് കേട്ട് സാരല്ല മോനെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്താണോ വേണ്ടത് ചെയ്യാം. അവിടുത്തെ MLA ഞാൻ വിളിച്ച് പറയാം, മോന് ബന്ധമില്ലാത്തത് കൊണ്ടല്ലേ ഞാൻ വിളിച്ച് പറഞ്ഞ് വേണ്ടത് ചെയ്തു തരാട്ടോ, ഈ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കട്ടോ എന്ന് ആശ്വസിപ്പിക്കേണ്ട മുകേഷ് ആ കുട്ടിയോട് തട്ടിക്കേറുന്ന സമീപനം കണ്ടില്ലേ? അതായത് മുകേഷ് എന്താണെന്ന് ഒരു പെണ്ണിനെ കിട്ടിയാൽ ആ പെണ്ണിനെ ഏതു വഴിക്കും വശീകരിച്ച് തൻ്റെ ലൈംഗിക കാര്യങ്ങൾക്ക് വേണ്ടി തിരുവനന്തപുരത്തെ ഫ്ലാറ്റിലായാലും ഇവിടുത്തെ ഫ്ലാറ്റിലായും വരുത്തിക്കുന്ന മുകേഷ് നാട്ടിലല്ലാത്തൊരാൾ വിളിച്ചു എന്നുള്ള പേരിലാണ് ബഹളം ഉണ്ടാക്കിയത്. എന്നാൽ ഈ പെൺകുട്ടി തിരുവനന്തപുരത്താണ്. അശ്വതി എന്ന് പറയുന്ന പെൺകുട്ടി തിരുവനന്തപുരത്താണ്. ആ തിരുവനന്തപുരത്തുള്ള പെൺകുട്ടിയെ മുകേഷ് വിളിക്കുന്നത് എങ്ങോട്ടാണ്? എറണാകുളത്തേക്കാണ്. അപ്പോൾ അതിനൊന്നും തടസ്സമില്ല. എന്നാൽ ഇപ്പുറത്ത് ഒരു പാവം കുട്ടി വലിയ പ്രതീക്ഷയോടുകൂടി വിളിക്കുകയാണ്. ആരെ? മുകേഷിനെ. എന്തോ ദൈവത്തെ വിളിക്കുന്ന മാതിരിയാണ് വിളിക്കുന്നത്. ഒരു പ്രശ്നം പറയാം, ആ കുട്ടിയോട് അധിക്ഷേപം നടത്തുന്നത് കാണുന്നില്ലേ? എന്തൊരു പരമതണ്ടി ചെറ്റയുമാണ് ഈ മുകേഷ് എന്ന് പറയുന്നത്. അതിലപ്പുറം പറയേണ്ട ആവശ്യം ഉണ്ടോ? ഇങ്ങനെയുള്ള ആളുകളെയാണ് കേരളത്തിൽ സ്ഥാനാർത്ഥി MLA-മാരായി വിജയിപ്പിച്ചിട്ടുള്ളത്. ഇവരെങ്ങനെ നാട് നന്നാക്കും? നാട്ടിലെ ജനങ്ങളോടാണോ താല്പര്യം? ഏതെങ്കിലും പെണ്ണിനെ കണ്ടാൽ, സാരിത്തുമ്പ് കണ്ടാൽ അവരെ കൊണ്ടുപോയി ഇതുപോലെ കാമഭ്രാന്ത് കാണിക്കുന്ന വൃത്തികെട്ടവന്മാരെയാണോ പാർട്ടിക്ക് വേണ്ടത്? എന്നാൽ കാലം മാറി, കോലം മാറി. മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഇതാണ്. അതിലെ നേതാക്കന്മാർ എന്ന് പറയുന്ന ആൾക്കാരുടെ യഥാർത്ഥ സ്വരൂപമാണ് ഇവിടെ കടകംപള്ളി സുരേന്ദ്രനിലൂടെയും അതേപോലെ മുകേഷിനിലൂടെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന ആള് അറസ്റ്റിലാവേണ്ട ആളെ അറസ്റ്റിലായി ബലാത്സംഗ കേസിൽ. അപ്പോൾ നമ്മുടെ MV ഗോവിന്ദൻ പറഞ്ഞത് അതുകൊണ്ട് എന്താ പ്രശ്നം, നമ്മളെ പിണറായി വിജയൻ തന്നെ പ്രതിയായിട്ടില്ലേ, എന്നിട്ട് രക്ഷപ്പെട്ടില്ലേ എന്നുള്ള സമീപനമാണ്. ആരെങ്കിലും അഴിമതി നടത്തിയോ സദാചാര വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയോ ചെയ്താൽ അത്തരം ആരോപണ വിധേയരായ ആളുകളെ പാർട്ടിയിൽ നിർത്താൻ പാടില്ല എന്ന് ഭരണഘടന പറയുന്നുണ്ട്. ആ ഭരണഘടനയൊക്കെ തന്നെ താത്വികാചാര്യനായ നമ്മളെ MV ഗോവിന്ദൻ്റെ ഭാഷയിൽ അതൊന്നൊരു പ്രശ്നമല്ല. അന്നത്തെ കാലത്ത് കാലം മാറി, കോലം മാറി. മുമ്പ് പുഷ്പൻ പോലുള്ള ആളുകൾ വെടിയേറ്റ് ശരശയ്യയിലായി. എന്നാൽ ഇപ്പോൾ കോലം മാറി. ഇപ്പം നേരെ
കോളേജുകൾ, സ്വകാര്യ കോളേജുകൾ, സ്വകാര്യ സർവകലാശാലകൾ തുടങ്ങാനുള്ള ബില്ലാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഭേദഗതി നടത്തി അവതരിപ്പിച്ചിട്ടുള്ളത് കേരളത്തിൽ. പിന്നെ എന്താണ് നയം? ഇവർക്ക് നയമില്ല. നേരത്തെ പറഞ്ഞു ഏത് വഴിക്കാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും കാശ് കിട്ടണം. പിന്നെ ഏത് അഴിമതി നടത്തിയാലും വേണ്ടില്ല, ഏത് തട്ടിപ്പ് നടത്താനും വേണ്ടില്ല, ഏത് വഴിക്കും കിട്ടണം. മദ്യത്തിൻ്റെ നമ്മൾക്കറിയാം ബ്രൂവറി തുടങ്ങുന്നത് പാലക്കാട് വെള്ളമില്ലാത്ത സ്ഥലത്ത് വെള്ളം അവിടെ തുടങ്ങാൻ പോകുന്ന ബ്രൂവറിയുടെ അഴിമതി കഥകൾ കേട്ടാൽ നാണിച്ചു പോകും. രാജേഷിനോട് ഇന്നലെ ചോദിച്ച പറയുമ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി കേട്ടില്ലേ? നമുക്ക് അതിനെക്കുറിച്ച് വളരെ വിശദമായി സംസാരിക്കാം. ഇപ്പോൾ മുകേഷ് എന്ന ചെറ്റയായ പരമതെണ്ടിയായ പരമനാറിയായ, പിണറായി വിജയന്റെ ഭാഷയിൽ പരമനാറി എന്ന് പറഞ്ഞാൽ അവിടുത്തെ MP-യെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അവിടുത്തെ കൊല്ലം MP-യെ കുറിച്ചിട്ടാണ് പറഞ്ഞതെങ്കിൽ യഥാർത്ഥത്തിൽ ഇത് യോജിക്കുന്നത് പരമതെണ്ടി എന്ന്, പരമനാറി എന്നൊക്കെ യോജിക്കുന്നത് കൊല്ലം MLA ആണ്. ആ നാട്ടുകാർ എങ്ങനെയാണപ്പാ ഈ സാധനത്തെ സഹിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. ശരിക്കും ഉടുതുണി ഇല്ലാതെ ഓടിക്കേണ്ട, കൊല്ലം ടൗണിലൂടെ ഓടിക്കേണ്ട ഒരു സൈസാണ് ഈ മുകേഷ് എന്ന് പറയുന്ന സാധനം. ആ സാധനത്തിന് ചുമന്ന് ആ നാട്ടിലെ ആളുകൾ നാറി എന്നല്ലാതെ, ആ കൊല്ലം നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ നാറി, അവിടുത്തെ CPM അണികൾ നാറി എന്നല്ലാതെ ആ നാട്ടിന് എന്ത് ഗുണമാണ് കിട്ടിയിട്ടുള്ളത്? നന്ദി, നമസ്കാരം.